മിസ് തീർത്ഥ വരൂ. പൃഥ്വിയെ കണ്ട് വിളറി നിന്ന തീർത്ഥ പെട്ടെന്ന് ഞെട്ടി. അവൾ മെല്ലെ ഉള്ളിലേക്ക് നടന്നു ചെന്നു. പ്ലീസ് സിറ്റ്. താങ്ക് യു സർ. അവൾ വിറയലോടെ ഇരുന്നു. പൃഥ്വിയുടെ ചുണ്ടിലൊളിപ്പിച്ച ചിരി കണ്ട് അവളുടെ ചുണ്ടുകൾ അവൾ അറിയാതെ കൂർത്തു. ആദ്യമൊന്ന് പതറിയെങ്കിലും പിന്നീട് തീർത്ഥ നന്നായി തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ അറിയിക്കാമെന്ന് പറഞ്ഞ് ഇന്റർവ്യൂ അവസാനിപ്പിച്ചു. അവൾ നന്ദി പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയതും അവളെ ഒരു കൈ വന്ന് വലിച്ച് നേരെ ഹാളിന് പുറത്തേക്ക് കൊണ്ടുപോയതും ഒരുമിച്ചായിരുന്നു. തീർത്ഥ ഞെട്ടിപ്പോയി. അത് അനന്യയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? അത് നന്നായിരുന്നു. അവൾ നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചെടുത്തു. അത് കണ്ടതും അനന്യ ചിരിച്ചു കാണിച്ചു. എന്നാലൊരു വാക്കു പറഞ്ഞില്ലല്ലോ. എന്ത്? അത് ആ സാർ ഇവിടുത്തെ MD ആണെന്ന്. ഇയാളൊന്നും ചോദിച്ചില്ലല്ലോ അതിന് ഞങ്ങളോട്. അത് മാം. തീർത്ഥ വാക്കുകൾ കൈപരതി. അനന്യ അവളെ കണ്ണു കുറുക്കിയൊന്ന് നോക്കി. മാമെന്നോ? എന്നെ അനു എന്ന് വിളിച്ചാൽ മതി. ഞാൻ തീർത്ഥ. തിരിച്ച് ഞങ്ങളുടെ കൂടെ വരുന്നോ? അത് ഞാൻ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിരുന്നു. അത് സാരമില്ല, എനിക്ക് നേരത്തെ പോണമായിരുന്നു. വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഒറ്റയ്ക്കാ. ഓ ആണോ? അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം ചോദിക്കാനാഞ്ഞെങ്കിലും അവൾ വേണ്ടെന്ന് വെച്ചു. അനന്യയുടെ മുഖത്തു നിന്നും പുഞ്ചിരി മറഞ്ഞതും തീർത്ഥയുടെ മുഖം വാടി. സാരമില്ലെന്നേ, ഞങ്ങൾക്കിവിടെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇന്ന് പോരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാം അല്ല അനു. തീർത്ഥ പെട്ടെന്ന് നാവ് കടിച്ചു. അനു ഇവിടെയാണോ വർക്ക് ചെയ്യുന്നേ? അല്ലെന്നേ, ഞാനൊരു കുട്ടി ഡോക്ടറാണ്. ആഹാ, ഞാൻ ഇറങ്ങിക്കോട്ടെ, ട്രെയിനിന് നേരമാകാറായി. തീർത്ഥ പുഞ്ചിരിച്ചു. ഓക്കെ, കാണാം. അനന്യ ചിരിയോടെ അവളെ യാത്രയാക്കി. അജുവേട്ടൻ പറഞ്ഞതുപോലെ ഒരു പാവം. അവളുടെ മനസ്സിൽ ജ്വാല പറഞ്ഞറിഞ്ഞ അർജുന്റെ കുഞ്ഞു പെങ്ങളുടെ രൂപം നിറഞ്ഞു നിന്നു. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി ജെയ്യുടെ ബോഡി റിമെയിൻസ് നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും ശങ്കറിന്റെ വീട്ടിൽ ആൾക്കാർ നിറഞ്ഞിരുന്നു. മകന്റെ അതിക്രൂരമായ മരണവാർത്തയറിഞ്ഞ് സുമ കുഴഞ്ഞു വീണു. പ്രിയയുടെ മനസ്സിൽ കുഞ്ഞുനാളിൽ തന്നെ കൈപിടിച്ചുകൊണ്ട് നടന്ന ഏട്ടന്റെ മുഖമായിരുന്നു. അവൾ ഒരു മുറിയുടെ മൂലയിൽ ഒതുങ്ങിക്കൂടി. തീർത്ഥ ഹാളിന് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ കാണിച്ച ജെയ്യുടെ മരണവാർത്തയറിഞ്ഞ് പകച്ചുപോയി. അവളുടെ ശരീരം വിയർത്തു. അവൾ അനുഭവിച്ചതൊക്കെ മിന്നായം പോലെ ഉള്ളിലൂടെ കടന്നു. തൻ്റെ ശരീരം തൂവൽ പോലെ ഭാരമില്ലാതാവുന്നതായി അവൾക്ക് തോന്നി. ആരൊക്കെയോ ഓടി അടുത്തേക്ക് വരുന്നത് അറിഞ്ഞെങ്കിലും അവൾ ബോധം മറഞ്ഞ് നിലത്തേക്ക് വീണു. അരുത്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എല്ലാം പറഞ്ഞില്ലേ. എനിക്കിനി ഒന്നും അറിയില്ല, സത്യം. അരികിൽ തലയറ്റി കിടക്കുന്ന ശരീരത്തിലും അയാൾ പകച്ചു നോക്കി. തൻ്റെ മുന്നിലേക്ക് ചോരയിറ്റുന്ന വാളുമായി നടന്നു വരുന്ന രൂപത്തെ നോക്കി അയാൾ അപേക്ഷിച്ചു. ആ രൂപം തൻ്റെ വലം കൈയിലെ വാള് അയാളുടെ ശിരസ് ലക്ഷ്യമാക്കി ആഞ്ഞു വീശി. അടുത്ത നിമിഷം ആ തല ഉടലിൽ നിന്ന് വേർപെട്ട് താഴേക്ക് വീണു. ആ രൂപം തൻ്റെ ശൂന്യമായ ഇടം കൈ നോക്കി ഒന്ന് നിശ്വസിച്ചു. തല പൊളിയുന്ന വേദന. തീർത്ഥ മെല്ലെ കണ്ണു തുറന്നു. ആരൊക്കെയോ മുന്നിലുണ്ട്. അവരെന്തൊക്കെയോ ചോദിക്കുന്നുമുണ്ട്. എല്ലാം ഒരു മുഴക്കം പോലെ. ഒന്നും വ്യക്തമാകുന്നില്ല. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. ഇടം കൈയിൽ എന്തോ ഒരു വേദന. അവൾ ഒന്നുകൂടി കണ്ണ് ചിമ്മി തുറന്നു. അയാൾ. അവളുടെ ചുണ്ടുകൾ ചലിച്ചു. ജയ്. ആ വാർത്ത. അത് കണ്ടപ്പോൾ നരകതുല്യമായിരുന്ന ജീവിതം ഓർമ്മ വന്നു അവൾക്ക്. തീർത്ഥയുടെ കണ്ണുകൾ പിടച്ചു. അയാൾ. അവളുടെ കൈ എന്തിലോ മുറുകി. തീർത്ഥ, റിലാക്സ്. വലം കൈയിൽ നേർത്ത ഒരു തണുപ്പറിഞ്ഞ് അവൾ ശിരസ് തിരിച്ചു നോക്കി. പൃഥ്വി സാർ. അവൾ വെപ്രോളത്തോടെ എഴുന്നേൽക്കാൻ നോക്കി. ഒത്തിരി തിരക്കുള്ളതല്ലേ? ഒരു തിരക്കുമില്ല. നീ എൻ്റെ ഫ്രണ്ട് അല്ലേ, അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിൽക്കും. തീർത്ഥയുടെ കണ്ണുകൾ വിടർന്നു. അതുമാത്രമല്ല, പെങ്ങളെ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോയാൽ ആ അർജുൻ റെഡ്ഡി എന്നെ ബാക്കി വെക്കില്ല. അർജുൻ റെഡ്ഡിയോ? തീർത്ഥ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. നിന്റെ അജുവേട്ടൻ തന്നെ. തീർത്ഥയുടെ കണ്ണുകളിലെ അത്ഭുതം കണ്ട് അനന്യയുടെ മുഖത്ത് ചിരി വിടർന്നു. അജുവേട്ടനെ എങ്ങനെ അറിയാം? ഞാൻ ജ്വാലയുടെ കസിനാണ്. അങ്ങനെ അറിയാം. അവൾ അത്ഭുതമടക്കാനാവാതെ വായ പൊത്തിപ്പോയി. എൻ്റെ ബ്രോ എന്തായാലും ഈ വീക്ക് ദിവസം കഴിയും നാട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഞാൻ തന്നെയും കൂടി നാട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. അത് ഞാൻ ഒന്നും പറയണ്ട.
അല്ലേ ഞാനിപ്പോ അജുവേട്ടനെ വിളിക്കും. കുസൃതിയോടെ അനന്യ പറഞ്ഞത് കേട്ട് തീർത്ഥ മുഖം വീർപ്പിച്ചിരുന്നു. തന്റെ മാറ്റങ്ങളൊക്കെ തീർത്ഥയ്ക്ക് തന്നെ അമ്പരപ്പുണ്ടാക്കുന്നതായിരുന്നു. എത്ര പെട്ടെന്നാണ് തൻ്റെ ഉള്ളിൽ ഇവർ സന്തോഷം നിറച്ചത്. വാതിലിനടുത്ത് നിന്നുകൊണ്ട് പൃഥ്വിയും അവളുടെ ഭാവങ്ങളൊക്കെയും അവന്റെ ഹൃദയം കൊണ്ട് ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ച അനന്യയുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. ഞാൻ ഇപ്പോൾ വരാട്ടോ, നീ കടന്നോ. അനന്യ ആ മുറിക്ക് പുറത്തേക്കിറങ്ങി അവിടെ നിന്ന് പൃഥ്വിയെ വിളിച്ച് മാറി നിന്നു. എന്താ മോൻ്റെ ഉദ്ദേശം? അതിപ്പോ ഞാൻ പറഞ്ഞിട്ട് വേണോ നിനക്ക് മനസ്സിലാവാൻ? അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാ ചോദിക്കുന്നേ. അവളെ പറ്റി ഭയ്യയ്ക്ക് എന്തറിയാം? അങ്ങനെ ചോദിച്ചാ എനിക്ക് അങ്ങനെ പറയാൻ അധികമൊന്നുമില്ല. കണ്ടതല്ലേ ഉള്ളൂ, ഒരു സ്പാർക്ക് തോന്നി. പക്ഷെ എനിക്കറിയാം ഭയ്യ കുറച്ചൊക്കെ. ഷീസ് എ ഡിവോഴ്സി. വാട്ട്? അവൻ ഞെട്ടി. യെസ്, അവളുടെ എക്സ് ഹസ്ബൻഡിന്റെ മരണവാർത്തയാണ് ഇന്ന് ന്യൂസിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ജയ്ശങ്കർ IPS. പൃഥ്വിയുടെ മുഖം മ്ലാനമായി. മോൻ, ഹി വാസ് എ മാനിയാക്ക്. ചെറുതൊന്നുമല്ല അവൾക്ക് അയാളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത്. സോ ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. ഒരിക്കൽ വല്ലാതെ വേദനിച്ചവളാണ്, ഒരുപക്ഷെ നമ്മൾ കരുതുന്നതിനൊക്കെ അപ്പുറം. ഇനി അവൾക്ക് വേദനിച്ചാൽ അത് അജുവേട്ടൻ നല്ല രീതിക്ക് ആവില്ലെടുക്കുക. അജുവേട്ടൻ നൊന്താൽ എന്താണെന്ന് ബാക്കി ഞാൻ പറയണ്ടല്ലോ. എതിരെ നിൽക്കുന്നത് കുടുംബമാണെന്നൊന്നും ജ്വാല നോക്കിയെന്ന് വരില്ല. എനിക്കെന്തായാലും ഭയ്യയാണ് വലുത്. അതുപോലെ പ്രിയപ്പെട്ട ഒരാൾ അവിടെയുമുണ്ട്, രഞ്ജിത്തേട്ടൻ. സമയമുണ്ട് ആലോചിക്കാൻ. തീർത്ഥയെക്കുറിച്ച് കൂടുതൽ ചിലപ്പോൾ അവളിൽ നിന്ന് തന്നെ ഭയ്യയ്ക്ക് അറിയാൻ പറ്റിയേക്കും. തീർത്ഥ നല്ലൊരു കുട്ടിയാ, ഭയ്യയ്ക്ക് ചേരും. ഇനി അവൾക്ക് വേദനിച്ചാൽ അത് അജുവേട്ടൻ നല്ല രീതിക്ക് ആവില്ലെടുക്കുക. അജുവേട്ടൻ നൊന്താൽ എന്താണെന്ന് ബാക്കി ഞാൻ പറയണ്ടല്ലോ. എതിരെ നിൽക്കുന്നത് കുടുംബമാണെന്നൊന്നും ജ്വാല നോക്കിയെന്ന് വരില്ല. എനിക്കെന്തായാലും ഭയ്യയാണ് വലുത്. അതുപോലെ പ്രിയപ്പെട്ട ഒരാൾ അവിടെയുമുണ്ട്, രഞ്ജിത്തേട്ടൻ. സമയമുണ്ട് ആലോചിക്കാൻ. തീർത്ഥയെക്കുറിച്ച് കൂടുതൽ ചിലപ്പോൾ അവളിൽ നിന്ന് തന്നെ ഭയ്യയ്ക്ക് അറിയാൻ പറ്റിയേക്കും. തീർത്ഥ നല്ലൊരു കുട്ടിയാ, ഭയ്യയ്ക്ക് ചേരും. കണ്ണുനീർ വാർത്തുകൊണ്ട് കിടക്കുന്ന ഒരു പെൺകുട്ടി. അവളിലേക്ക് ആവേശത്തിൽ ഭ്രാന്തമായി അമരുന്ന ഒരു രൂപം. പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ ശ്വാസം നിശ്ചലമാകുന്നു. ആ പെൺകുട്ടിയുടെ മേൽ അമർന്ന രൂപത്തിന് തൻ്റെ മുഖമായിരുന്നു. ധന്യ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും തന്നെ വേട്ടയാടുന്ന കർമ്മഫലം. തീർത്ഥയുടെ വിവാഹ ദിവസമായിരുന്നു അന്ന്. ഒരിക്കലും സ്വയം പോലും മാപ്പ് നൽകാനാവാത്ത തെറ്റ്. തീർത്ഥയെ എന്നേക്കുമായി നഷ്ടപ്പെട്ടപ്പോൾ കൂടെ ഒക്കെ മറക്കാൻ വേണ്ടി താൻ കൂട്ടുപിടിച്ച മയക്കുമരുന്നു. ധന്യ വെറും ഒരു മൃഗമായി മാറി. ഒരു പാവം പെൺകുട്ടിയുടെ ജീവൻ കടിച്ചുകുടഞ്ഞ വെറിപ്പോണ്ടൊരു നിമിഷം. ആ പൂവ് പോലെ നർമ്മല്യം നിറഞ്ഞു നിരുന്ന ആ പെൺകുട്ടിയുടെ മുഖം ധന്യയുടെ മുന്നിൽ വീണ്ടും തെളിഞ്ഞു നിന്നു. അവൾ നെഞ്ചു പൊട്ടിക്കരഞ്ഞു. അതേ മുഖത്തിനു മുന്നിൽ ഒരു തിരി തെളിയിച്ചുകൊണ്ട് ഭദ്രമെല്ലെ ആ ചിത്രത്തിൽ തഴുകി വിളിച്ചു, മോളെ നന്ദേ.